ഓഫർ തട്ടിപ്പ് കേസിൽ പ്രതി അനന്തകൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയ രാഷ്ട്രീയ നേതാക്കളുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. ഇടുക്കിയിലെ CPM കോൺഗ്രസ് നേതാക്കൾ പ്രതിയിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കേസിൽ പ്രതി ചേർത്ത സായി ഗ്രാമ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ് കുമാറിനെയും ലാലി വിൻസെന്റിനെയും ചോദ്യം ചെയ്യും. അനന്തുവിനെ വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് എന്ന പേരിൽ ഇടുക്കിയിലെ കോൺഗ്രസ് നേതാവ് 40 ലക്ഷവും CPM നേതാവ് 25 ലക്ഷവും പ്രതി അനന്തകൃഷ്ണനിൽ നിന്ന് കൈപ്പറ്റിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഒപ്പം സായി ഗ്രാമം ട്രസ്റ്റ് ചെയർമാൻ അനന്തകുമാറിന് 2 കോടിയും ലാലി വിൻസെന്റിന് 46 ലക്ഷവും കൈമാറിയെന്നും പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഇത് തട്ടിയെടുത്ത പണത്തിന്റെ പങ്കാണെന്ന സംശയത്തിലാണ് പോലീസ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനം. അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 450 കോടി എത്തിയതിൽ വെറും 3 കോടി മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. തട്ടിയെടുത്ത പണം ബന്ധുക്കളുടെയും ബിനാമി പേരുകളിലും ഭൂമി വാങ്ങിക്കൂട്ടാൻ ഉപയോഗിച്ചതിന് പുറമെ ഹവാല ഇടപാടിലൂടെ വിദേശത്തേക്ക് കടത്തിയെന്നും പോലീസിന് സംശയമുണ്ട്. നേരത്തെ അനന്തകൃഷ്ണൻ രൂപീകരിച്ച 5-അംഗ ട്രസ്റ്റിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന സംശയത്തിൽ ED പ്രാഥമിക വിവരശേഖരണം ആരംഭിച്ചിരുന്നു. അതിനിടെ പ്രതിയുമായുള്ള തെളിവെടുപ്പ് നടപടിയിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. ഇടുക്കി, കോട്ടയം ജില്ലകളിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. തട്ടിപ്പിലൂടെ സമാഹരിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു പരിശോധന. ഈരാറ്റുപേട്ടയിലും തൊടുപുഴയിലെ ശങ്കരപ്പള്ളി, കൊളപ്ര, കുടയത്തൂർ എന്നിവിടങ്ങളിലുമാണ് അനന്തുവിനെ എത്തിച്ചത്. കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട ഉൾപ്പെടെ 5ഇടത്ത് ഭൂമി വാങ്ങിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അനന്തുവുമായി തെളിവെടുപ്പിനെത്തിയത്. സെന്റിന് 1.5 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ വില വരുന്ന ഭൂമിയാണ് അനന്തു വാങ്ങിയത്. ബിനാമി പേരിൽ ഭൂമി വാങ്ങിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അനന്തുവിനെ നാളെ എറണാകുളത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മീഡിയ 1 കൊച്ചി.